ആ വരി ഇവിടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ജീവത്യാഗത്തിന്റെ മഹാ ചരിത്രം പേറിക്കൊണ്ട് മറ്റൊരു സ്വാതന്ത്ര്യ ദിനം കടന്നു വരുമ്പോ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി പട്ടാനൂർ എഴുതി വെച്ചൊരു കവിത കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അത് ഇങ്ങനെയാണ്: അവർ തോറ്റുപോയവർ. രക്തസാക്ഷികളെ പറ്റി എഴുതിയിട്ടുണ്ട്, തടവിലാക്കപ്പെട്ട മനുഷ്യരെ പറ്റി എഴുതിയിട്ടുണ്ട്. അവർ തോറ്റുപോയവർ, അവർ വീണുപോയവർ, വീഴുന്ന നേരവും നെഞ്ചിടിപ്പിൽ കൊടിമരം ചേർത്ത് വെച്ചവർ. അവർ വീണുപോയവർ, വീഴുന്ന നേരവും ചക്രവാളങ്ങളെ ചുംബിച്ചു നിന്നവർ. അവർ വീണുപോയവർ, വീഴുന്ന നേരവും സങ്കടങ്ങളെ തോറ്റമാടിച്ചവർ. രക്തസാക്ഷികളെ കുറിച്ചാണ് പറയുന്നത്. തടവിൽ പോയ മനുഷ്യരെ പറ്റിയിട്ടാണ് പറയുന്നത്. പൊരുതി ത്യാഗത്തോടു കൂടി മുന്നോട്ടേക്ക് പോയ മനുഷ്യരെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിന്റെ അവസാന വരിയിൽ പട്ടാനൂർ ഇങ്ങനെ കുറിച്ചു: അപ്പോഴും വീണുപോയപ്പോഴും നമ്മൾ കേൾക്കേണ്ടി വന്ന പടിയെ പറ്റി മാഷ് ഇങ്ങനെ എഴുതി വെച്ചു: അപ്പോഴും കോട്ട കൊത്തോളം കാക്കുന്ന കിങ്കരക്കൂട്ടന്മാർ ആർത്തു ചൊന്നുപോൽ. അക്രമം, അക്രമം, എന്തൊരക്രമം! ചെങ്കൊടി കൂട്ടരി കാട്ടുന്നത് അക്രമം, എന്ത് ന്യായം! നോക്കൂ, വീണ്ടും പോയിട്ടുണ്ട് നമ്മൾ, തളർന്നു പോയിട്ടുണ്ട് നമ്മൾ, തോറ്റുപോയിട്ടുണ്ട് നമ്മൾ. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റുപോയവരാണ്. തോറ്റുപോകുമ്പോഴും നമുക്കൊരു മറുപടി ഉണ്ട്. കഴിഞ്ഞ ദിവസം മഴയാർത്ത് പെയ്തപ്പോഴും നെഞ്ഞത്ത് വെള്ളം നിറഞ്ഞ് കഴുത്തറ്റത്തോളം വെള്ളത്തിൽ മുങ്ങി ഒരു കൈക്ക് വേണ്ടി മനുഷ്യർ നിലവിളിക്കുമ്പോഴും തോറ്റുപോയ നമ്മൾ അവിടങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ചിത്രം മറക്കാൻ സാധിക്കില്ല. തോറ്റുപോയ നമ്മൾ മനുഷ്യരുടെ ഇടങ്ങളിലൊക്കെ കടന്നു ചെല്ലുന്നുണ്ട്. ഒരു നേരത്തെ ഭക്ഷണപ്പൊതികളായി ഡിവൈഎഫ്ഐ കടന്നു ചെല്ലുന്നുണ്ട്. മഴയാർത്ത് പെയ്യുമ്പോ ഒരു വിളിപ്പാടകളെ നിങ്ങൾക്ക് കാവല് നിൽക്കാൻ ഡിവൈഎഫ്ഐ ഉണ്ട്. ഈ നാട്ടിൽ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരുണ്ട്. പ്രിയപ്പെട്ടവരെ, തോറ്റുപോയിട്ടുണ്ടാകാം, പക്ഷേ തീർന്നു പോയിട്ടില്ല. മനുഷ്യരുള്ള കാലത്തോളം തീർന്നു പോകാതെ മഹാരാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിരുകളില്ലാതെ രാഷ്ട്രീയത്തിന് കാവൽ നിൽക്കാൻ, ലോകത്തിലെ എല്ലാ മനുഷ്യന്റെയും വിമോചന പോരാട്ടങ്ങൾക്ക് കരുത്തു പകരാൻ ഈ നാട്ടിൽ ഇടതുപക്ഷം ഉണ്ടാവുക തന്നെ ചെയ്യും. സോഷ്യലിസം പുലരുന്നൊരു പുലരിക്ക് വേണ്ടി മഹാപോരാട്ടങ്ങൾക്ക്, തടസ്സമില്ലാതെ പോരാട്ടങ്ങൾക്ക്, വിശ്രമമില്ലാതെ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇവിടുത്തെ ചെറുപ്പക്കാർ, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഉണ്ടാകുമെന്ന് മാത്രം ചുരുക്കി പറഞ്ഞുകൊണ്ട് ഇത്ര നേരവും എന്നെ കേട്ടതിലുള്ള നിറഞ്ഞ സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.